ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 70ാമത്തെ മെനു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 സിമ്പിൾ റെസിപ്പീസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നൊരു ചീര ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പിയാണ്, ഒന്ന് ചേന ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൽസിലെ കുറച്ച് സാലഡും പപ്പടമൊക്കെ ആഡ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മെനു ഐഡിയാസ് എൻ്റെ ചാനലിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീര പരിപ്പാണ്, അതായത് പച്ച ചീര ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. ഇതിനായിട്ട് ഞാൻ തോരപ്പരിപ്പ് പ്രഷർ കുക്ക് ചെയ്തെടുത്തതിലേക്ക് ചീര റഫായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചീര വേവുന്ന വരെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ചീരനെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചീര വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ജീരകവും കൂടി നന്നായിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് വറുത്തിടാം. വറുത്തിടുന്നത് കടുകും മുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടിയാണ്. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചേനയും കൊണ്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഇതുണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ചേർക്കുക. എന്നിട്ട് അതിലേക്ക് ചേന ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ചേന ഒരു 80% കുക്കാവുന്ന വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒന്ന് 80% വെന്ത് വരട്ടെ. അപ്പോൾ ചേന ഒരു 80% വെന്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് മുളക് പൊടി, പെരുംജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് എണ്ണയിൽ മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചേനയും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് ഈ മസാല ചേനയിൽ നല്ലോണം പിടിക്കുന്ന വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റ് നേരം കൂടി ഇത് കുക്ക് ചെയ്തെടുക്കാം. ചേന ഫുള്ളായി വേകുന്ന വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത്. അങ്ങനെ അടുപ്പത്ത് വെച്ച് മെല്ലെ ഇളക്കി കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മെഴുക്കുവരട്ടി റെഡി. അപ്പോൾ ഇന്നത്തെ 2 സിമ്പിൾ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.